2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഇടക്കൊച്ചി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നാടകോത്സവത്തിന് തുടക്കമായി. ഇടക്കൊച്ചി സാംസ്കാരിക വേദിയുടെ 2ാമത് നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. MK അർജുനൻ മാസ്റ്റർ സ്മാരക നാടകോത്സവം ഡിസംബർ 4 വരെ നീണ്ടു നിൽക്കും. പരിപാടി മുൻ MLA ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. ആ നാടക സമിതിയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിശിഖാചരിത്രമടക്കമുള്ള നാടകങ്ങൾ. അത്തരമൊരു നാടകാവതരണ വേദിയിലാണ് ആർട്ടിസ്റ്റ് PJ ചെറിയാൻ്റെ ഭാര്യ ഒരു അഭിനേത്രിയായിരുന്നു. ആർട്ടിസ്റ്റ് PJ ചെറിയാൻ്റെ മടിയിൽ കിടന്ന് നിൽക്കുന്നത്. മലയാളത്തിൽ ആദ്യകാലങ്ങളിൽ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നാടകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അത് സ്ത്രീകളല്ലായിരുന്നു അഭിനയിച്ചിരുന്നത്. KJ ബേസിൽ അധ്യക്ഷത വഹിച്ചു. AP ലെനിൻ സ്വാഗതം ആശംസിച്ചു. കലാരത്ന KM ധർമ്മൻ മുഖ്യ പ്രഭാഷണം നടത്തി. അത് കഴിഞ്ഞ് നാടകമൊക്കെ വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഈ സർക്കാരിന് സാമ്പത്തികമായിട്ട് വളരെ വേഗത്തിലാണ് മറ്റേ ഡൽഹിക്കാരൊന്നും കൊടുക്കില്ല, നമ്മളെ പല അവകാശങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇല്ലെന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പിന്നെ ഈ വയനാട്ടിലെ സംഭവത്തിലായിട്ടുണ്ട്. ദിവസം പത്രം വായിക്കുന്നവരുണ്ട്. എനിക്ക് കേരളത്തിൽ ഒരു പെൻഷൻകാരനാണ്. അത് 2 കൊല്ലം സാമ്പത്തികമായിട്ട് വലിയ വർഷത്തിലാണ് കേന്ദ്രം. അവർക്ക് അന്ന് കട്ട് ചെയ്യും. അതില്ല, അത് പോയി. ഇപ്പോൾ എന്തിനു പറഞ്ഞാൽ ഒരു വിധത്തിലും കലാകാരന് മുന്നോട്ട് പോകാൻ നിർത്തില്ലാത്ത ഒരു ഇതാണ്. ഇപ്പോൾ നാടകം, ഞാൻ ഈ നാടകത്തിൽ തുടക്കം പറയുകയെങ്കിൽ നാടകം ഇപ്പോൾ അവിടെ പോലെ നാടകം ആദ്യത്തെ എൻ്റെ ചെറുപ്പത്തിൽ നാടകത്തെക്കുറിച്ച് കേൾക്കുന്നത് കൊട്ടാരം. അർജുനൻ മാസ്റ്റർ അനുസ്മരണം MR ശിവജി നിർവഹിച്ചു. കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, PB ഷണാത്മജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടക്കൊച്ചി.